അല്ലെങ്കിലും ഈ പഴമക്കാരുടെ കറി അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പഴമയുടെ രുചിയിൽ ഇന്ന് നല്ലൊരു ചക്കക്കുരും ചീരയും കൂടെ കറി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറി ഒന്നും വേണ്ടാന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, വട്ടത്തിലരിഞ്ഞ് വെക്കണേ. പിന്നെ ചീര വേണം, പറമ്പിലുണ്ടെ പറിച്ചെടുക്കാം, ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക തന്നെ വേണേ. അങ്ങനെ ചീരയും കൂടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചക്കക്കുരുവിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് ചക്കക്കുരു ഇതുപോലെ വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ചീരയും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ചീര വെന്ത് കിട്ടുവേ. ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പകുതി അരിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 2-3 കഷ്ണം ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് അരച്ചെടുത്ത് നമ്മൾ ചക്കക്കുരുവിടെ ആ വെന്ത് കിടക്കുന്ന കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ. ഇനി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ താളിച്ച് വെച്ചാൽ കറി റെഡിയായി.